ഹായ് ഫ്രണ്ട്സ്, ചൂണ്ടയും മീനും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത് സ്ലിംഗ് ഷോട്ട് ഫിഷിങ്ങിനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഏരിയ. മല്ലു വണ്ടർ അഭിചേട്ടനുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സ്ലിങ്. അടിപൊളി സ്ലിങ്ങാണ്. ഇതിന് സൂപ്പർ സ്ലിങ്, നല്ല ആക്യുറസി ഉണ്ട്. പിന്നെ ഇതാണ് റിയൽ BL25, നമ്മുടെ ഓട്ടോമാറ്റിക് ഡാർട്ടാണ്. ആണ് നമ്മുടെ ഡാർട്ട്. അത്യാവശ്യം നല്ല ലോങ്ങിൽ ഡീപ്പ് പോക്കുള്ളൂ കേട്ടോ. കരിമീനൊക്കെ അടിക്കണമെങ്കിൽ പക്കയായിരിക്കും. നമ്മളിതേപോലെ തങ്ങോട് പോകാം. ഈ ഒരു നേരത്തെ നല്ലൊരു പാലായിരുന്നു, അത് ഒടിഞ്ഞ് വെള്ളത്തിൽ കിടക്കുക. അതിലേക്ക് വേണം ഇറങ്ങി പോകാനായിട്ട്. പാലൊക്കെ തെന്നിയാണ് കിടക്കണേ. യോഗം ഉണ്ടെങ്കിൽ താഴ്ത്ത് ചെല്ലാതെ അങ്ങ് ഇല്ല. വ്യാപിച്ചേട്ടൻ പുറകിൽ ഇറങ്ങാൻ നിൽക്കണ്. ഓക്കെ, അടുത്ത നോട്ടം നമ്മുടെ അപ്പുറത്തേലോട്ട്. അപ്പോൾ നമുക്ക് കണ്ട ഈ ഒരു പാലം നേരെ അപ്പുറം കടന്നു പോകണം. നമ്മൾ സ്ട്രീറ്റ് പാലം കിടന്നു. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരെ ഒടിഞ്ഞു പോയതാണ്. എന്നിട്ട് നമ്മുടെ ജിതിമ്പായി ആദ്യം ഇറങ്ങി പോകുന്നത്. അപ്പോൾ അതിൻ്റെ പുറകെ നമുക്ക് ഇറങ്ങിപ്പോൾ കുറച്ച് വീട് നല്ല വെഹിക്കലാണ്. കയറി നമ്മുടെ അഭിചേട്ടൻ അവിടെ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട് കേട്ടോ. എവിടെ വെള്ളം? അതാ അവിടെ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു അരക്കിലോ ടൈപ്പുള്ള പുതിയ റീൽ പറഞ്ഞിട്ടുണ്ട്. അഭിചേട്ടൻ്റെ ഒരു പുതിയ റീലാട്ടോ അത്. ഏതാട്ടാ റീല് ഏതാ? ബ്ലാങ്കോ, ലുക്കാന ബ്ലാങ്കോ ആട്ടോ. അയ്യോ, ഓരോ ഉദ്ഘാടനം ചെയ്ത്. ചെറുതാണ്. ഒരു ചെറിയ ചുമപ്പനാണോ ഏട്ടാ? ചെറിയ ചുമപ്പനാണോ? ഇതിനെ കണ്ട് തന്നെയാണ് കണ്ടത്. എടുത്തിനൊക്കെ ഉണ്ടല്ലോ. ഒരു കിലോ സൈസ് കേട്ടോ. ഒരെണ്ണത്തിന് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഉദ്ദേശിച്ചല്ല കൊണ്ടത്. എന്നാലും നമുക്കൊരു മീൻ കയറിയുണ്ട്. 1-2 മീനുകൾ ഉണ്ടാകുന്ന കേട്ടോ. നമ്മുടെ ഷൂട്ടിൽ മീൻ കയറണം. കൊണ്ടത് വേറെ, അല്ല അടിച്ചത് വേറെ, കൊണ്ടത് വേറെ. നമുക്ക് തന്നെ കറി വയ്ക്കാൻ പാകത്തിനുണ്ട് ഇതിലേക്ക് കേട്ടോ. എടുക്കാൻ പറ്റില്ല, കറി വയ്ക്കാൻ പാകത്തിനുണ്ട് ഇതിലേക്ക്. അടിച്ചത് വേറെ, കൊണ്ടത് വേറെ. അതിൻ്റെ ഇടയ്ക്ക് ആരാണ്ടൊക്കെ വിളിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേണ്ടേട്ടാ എൻ്റെ ദൈവമേ. അടിക്കട്ടെ. ഉണ്ടോ? രണ്ടാമത്തെ പ്രാവശ്യം മാറിപ്പോയി. ഇതും അടിച്ച മീനിട്ടല്ല കൊണ്ടേ.
ഇതിന് എത്രത്തോളം ആഴുണ്ടാവുള്ളൂ? ഇത് തോടാണ്, മെയിൻ തോടാണത്. ഇല്ലില്ല. അത് നമുക്ക് അടുത്ത് മീൻ കയറിയിട്ടുണ്ട്. അതെ, അതിനെങ്ങ് എടുത്തിടാവോ? അതിനെങ്ങ് എടുത്തിടാവോ? ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സിലോപ്പി ഫ്രണ്ടിൽ കാണും, പക്ഷെ എല്ലാം ചെറുതാണ്. നമുക്ക് അത്യാവശ്യം വലുത്, ചെറുതൊക്കെ ഇനിയും കിടന്ന് വലുതായിക്കോളും. അത്യാവശ്യം ഒരു 1/2 കിലോ ടൈപ്പുള്ളതാണെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാം. ഇഷ്ടംപോലെ ചെറുത് കിടപ്പുണ്ട്. അടുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. പൊട്ടിയ റബ്ബർ വെച്ച് നമ്മൾ അടിച്ചു കയറ്റിയതാണ്. അടുത്ത് ഞാൻ കയറിയിട്ടുണ്ട്. അടുത്തവൻ കയറിയിട്ടുണ്ട് കേട്ടോ.
നമുക്ക് ആദ്യം ഇവനെ കയറ് വഴി കോർക്കാം. നമ്മുടെ കൊല്ലിയൊക്കെ അപ്പുറം ഇരിക്കണം. അപ്പോൾ അതാണ് കയറങ്ങിട്ട് കോർത്ത് കെട്ടിയിട്ട് ഓക്കെ. അടുത്ത് കയറിയിട്ടുണ്ട്. എന്താ ഓക്കെ. നല്ലൊരുത്തും കയറിയിട്ടുണ്ട്. ഒരു 1 കിലോ ടൈപ്പുള്ള കേട്ടോ. അയ്യോ, അത് ചെറുതായിട്ട് കയറിയേക്കണം. എപ്പോൾ വേണമെങ്കിലും വിട്ടുപോവാം. കാര്യം ഹെഡിൻ്റെ കയറി, പക്ഷേ അവൻ എപ്പോൾ വേണമെങ്കിലും വിട്ടുപോകാവുന്ന രീതി. പോരില്ല. കീറിപ്പോയാറുള്ള എന്താ ഇവനെ നമുക്ക് കോർത്തെടുക്കണം. കോർത്തെടുക്കലാട്ടോ ഏറ്റവും വലിയ ചടങ്ങ്. ഓക്കെ, അത് കയറിയിട്ടുണ്ട്. പോയി ചുറ്റിയേക്കും കേട്ടോ. അടുത്ത് കയറിയിട്ടുണ്ട്.
അടുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ചെറുതടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. ഊരി പോവോ? സാധാരണഗതിയിൽ ഇതേ അവിച്ചേണ്ട വരാല് കയറിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, ഒരു 1/2 കിലോ സൈസൊക്കെ. ഓക്കെ, പോകുന്നില്ല കിടന്ന് ചുറ്റി പിണഞ്ഞ് കളഞ്ഞു. കുടുക്കൊക്കെ കളഞ്ഞു കുണ്ണ. കെട്ടുപോയി കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലല്ലേ. എട്ട് 10 ഉണ്ടായിരുന്നു കേട്ടോ. തൊട്ട് വലസൈലാണ്, വലസൈല് ഇടത് സൈഡിൽ. ഇട സൈഡിൽ മാറി വിട്ടു. കണ്ടോ എടുത്തോ? അയ്യോ, ചുമപ്പ് സാധനം, ചുമപ്പൻ. ഞാൻ വലിക്കണില്ല, ഞാൻ വലിച്ചു കഴിഞ്ഞാൽ ഓടും. ചുമപ്പ് ചിലപ്പോൾ കൊടു കയറിയില്ല. അടി കൃത്യമായിരുന്നു. ഞാൻ കണ്ടായിരുന്നു, പക്ഷെ അടിക്കാൻ പറ്റിയില്ല. എനിക്ക് അടിക്കാൻ പറ്റിയില്ല. ആ ചെറിയ കുറച്ച് മീൻ കിടപ്പുണ്ട്. ആ ചെറിയല്ലേ?
അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 12:30 1 മണിയായി. രാവിലെ എത്ര മണിക്കാട്ടോ തുടങ്ങിയത്? രാവിലെ നമ്മളൊരു 9-10 മണിയായി സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം എത്ര കിലോ കാണും? 10-15 കിലോ എടുത്തുണ്ടാവും. 15 കിലോ ഉണ്ടാവും.